ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് ആൻഡ് കെയറിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പിസയാണ്, വെജിറ്റബിൾ പിസയാണ്. അത് ഞാൻ ഓവനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓവനിൽ പിസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് റിക്വസ്റ്റുകൾ വന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചും ഓവൻ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്. ഇതിൽ ഞാൻ ഒറിഗാനോ അങ്ങനത്തെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. എങ്കിൽ നമുക്ക് പിസ ഉണ്ടാക്കുന്നതിനുള്ള ഡോ ആദ്യം തന്നെ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അര ഗ്ലാസ് ഇളം ചൂടുവെള്ളമാണ്, അതായത് വാം വാട്ടർ. ഇനി അതിലേക്ക് നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഈസ്റ്റിൻ്റെ അളവനുസരിച്ച്, അതായത് ചില ഈസ്റ്റ് നല്ല ഫ്രഷ് ആണെങ്കിൽ നന്നായി ഫെർമെൻറ്റ് ചെയ്യും, ചില ഈസ്റ്റ് കുറച്ച് പഴയതാണെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ ഫെർമെൻറ്റ് ചെയ്യൂ. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റും അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നിങ്ങൾ ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഇതിപ്പോൾ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദയുടെ കൂടെ ഒരു 1/4 കപ്പും കൂടി ചേർത്തിട്ടുണ്ട് പൊടി. അതിനുശേഷം നമുക്ക് ഈ ഫെർമെൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഈസ്റ്റിൻ്റെ സൊല്യൂഷൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഡോ ഒന്ന് കുഴച്ചെടുക്കണം. ആദ്യം ഈ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. ഏകദേശം ഈ ഒരു സ്റ്റിക്കി പരുവത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ഞാൻ ഇത് കൗണ്ടർ ടോപ്പിലും ഒക്കെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കുഴച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കുഴഞ്ഞാൽ മതി. വളരെ നമ്മൾ ബ്രെഡിനൊന്നും ആക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ആ മൈദയൊക്കെ ഒന്ന് നന്നായി സെറ്റ് ചെയ്യുന്ന ആ ഒരു പരുവത്തിൽ. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ എണ്ണയും ചേർത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നല്ല നനച്ചിട്ട് പിഴിഞ്ഞ ഒരു ടവൽ കൊണ്ട് ഇത് കവർ ചെയ്ത് വെക്കാം. ഏകദേശം 2 മണിക്കൂറോളം ഇത് സെറ്റ് ചെയ്യാനായി സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇനി നമുക്ക് പിസയ്ക്കുള്ള സോസ് തയ്യാറാക്കാം. സോസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി, അതിൻ്റെ 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒന്ന് മുഴുവനായി എടുത്തിട്ടില്ല ഉള്ളിയോടത്. തക്കാളിയാണ് ഇത് കൂടുതലായിട്ട് വേണ്ടത്, അതുകൊണ്ട് 2 തക്കാളി. പിന്നെ ക്യാപ്സിക്കം, ഒരു ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാപ്സിക്കം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കായ്മുളക് 3 ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ വെളുത്തുള്ളി ഒരു 6 അല്ലിയാണ് ഞാൻ
മതി. ഇപ്പോൾ എൻ്റെ ക്രസ്റ്റ് നല്ല തിക്കായിട്ട്